താമരക്കുളം ഷാജിയോട് കളിച്ചാൽ കളി എന്താണെന്ന് ഷാജി നിങ്ങളെ പഠിപ്പിക്കാം. ഇനി ഏരിയയിൽ നിങ്ങളെ കണ്ടാൽ പിന്നെ കാണാൻ കണ്ണുണ്ടാവില്ല. ഗോൾ അടിക്കുവാണെങ്കിൽ ഫുട്ബോളിനെയാണ് ഗോൾ പോസ്റ്റിനകത്തേക്ക് അടിക്കേണ്ടത്, പ്ലെയറിനെ അല്ല. എന്റെ പൊന്ന് പന്നിളിയാ, വേദനയൊന്നും ഇല്ലല്ലോ? ഇല്ലളിയാ, ഇല്ല. എനിക്ക് ഫുട്ബോളിനെ പോലെ കിക്ക് കൊണ്ട് പറക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാ, ഭയങ്കര ഇഷ്ടമാ. അതെയോ? എന്നാ പഠിച്ചോ. ഇപ്പൊ ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെടണ്ടേ? ഇന്ന് പഠിച്ചോ. കുഞ്ഞളിയ, ഇതെങ്ങനെയാ നിനക്ക് ഇഷ്ടപ്പെട്ടെ? എനിക്കാണെങ്കിൽ നല്ല വേദന തോന്നുന്നു. മരക്കഴുതകൾക്ക് വേദനിക്കാറില്ല, സംശയമുണ്ടോ? വരൂ, ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഹായ്. ഓ, എന്തായി കാണിക്കുന്നേ? വിശക്കുന്നോ? കഴിച്ചോ? അടിപൊളി ലൈഫ് തന്നെയാണ്. കാണാനും എന്നെ പോലെ തന്നെയുണ്ട്. നല്ല പ്രൗഢിയായിട്ടുള്ള ജീവിതം. എന്നെ പോലെ ഒരു പിച്ചക്കാരനായിട്ടല്ല. വരൂ കൂട്ടുകാരെ, നമുക്ക് വീണ്ടും കളിക്കാം. വരൂ. അല്ല, ഇവന് എന്റെ രൂപം കടം കൊടുത്തത് ആരായിരിക്കും? ഫുട്ബോൾ കളിക്കാനായിട്ട് എന്തിനാ ബേസ്ബോളിന്റെ ബാറ്റോടെ വന്നിരിക്കുന്നേ? അതോ അത് ബോധം കെടാതിരിക്കാൻ വേണ്ടിയാ. ഇന്ന് പിടിച്ചോ. എന്തുവാടെ, എത്ര സമയമായി എന്നറിയോ നിനക്ക്? നീ എന്താ ഫുട്ബോൾ ഉണ്ടാക്കാൻ പോയതാ? കുഞ്ഞളിയ, ഇവനെ കൊണ്ട് എങ്ങനെ ഫുട്ബോൾ ഉണ്ടാക്കാൻ പറ്റും? ഫുട്ബോൾ ഉണ്ടാക്കുന്നത് ഫാക്ടറിയിലല്ലേ? ഓക്കേ, സ്റ്റാർട്ട്. ആരാണ് അധികം ഗോൾ അടിക്കുന്നത് അവർക്ക് ക്രീം ബിസ്ക്കറ്റിന്റെ ഒരു ഫുൾ പാക്കറ്റ് ഞാൻ വാങ്ങിത്തരാം. ശരി, കളി തുടങ്ങാം. അടിപൊളി, സത്യത്തിൽ കലക്കി. സോർദാറാണ് വിജയിച്ചത്. ശരി, എന്നാ എല്ലാവരും അകത്തേക്ക് ചെല്ലൂ. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഇപ്പൊ വന്നേക്കാം. ഇന്ന് എന്തായാലും സോർദാറിന് ഒരു ക്രീം ബിസ്ക്കറ്റിന്റെ ഫുൾ പാക്കറ്റ് കിട്ടാൻ
അളിയോ ഞാൻ പോയി കുളിച്ചിട്ട് വന്നേക്കാം. ആദ്യം ഞാൻ പോകും. കുഞ്ഞളിയ ഇവൻ അളിയനുമായിട്ട് ഉടക്കാൻ നോക്കുക. എടാ കുഞ്ഞെ, ഇവിടെ ആദ്യമല്ല ഞാനേ ചെയ്യൂ. ആ അതെയോ? ഇന്നു മുതൽ എല്ലാം ഞാനായിരിക്കും ആദ്യം. ഹലോ എവ്രിവൺ. ഹലോ. ഹലോ. ഞങ്ങളുടെ സാറ് നിങ്ങളുടെ മാഡത്തിന് വേണ്ടി ഈ കേക്ക് തന്നയച്ചിരിക്കുക. വേണ്ട. ഓ നോ, നീ ഇതെന്താ കാണിച്ചത്? ഈ കേക്ക് മാഡത്തിനുള്ളതാണ്. യോ, പൂച്ചയായിരുന്നോണ്ട് പട്ടിയെ വരട്ടുന്നോടെ. അയ്യോ ബ്രോ, വിട്ടേക്ക്, അവള് വിട്ടേക്ക്. somebody help me. എങ്ങനെയാണെങ്കിൽ ഞാൻ പൂച്ച ബിരിയാണി തിന്നേണ്ടി വരാം. ഇന്നത്തോടെ നിങ്ങളെ പണി ഞാൻ തീർക്കൂടാ. എടാ കൊച്ചന്മാരെ, എനിക്കെന്തോ സോർദാറിന് വട്ടളകിന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? I swear, സത്യം പറഞ്ഞ എനിക്കത് സോർദാറാണെന്ന് തോന്നേയില്ല. താമരക്കുളം ഷാജിയോട് കളിച്ചാൽ കളി പഠിപ്പിക്കാം. അതൊക്കെ ശരി തന്നെ. ഈ താമരക്കുള ഷാജി അതാരാ? എടേ, ഇയാള് വലിയ ഗുണ്ടയാണ്. രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ഒരുപാട് നരകിക്കേണ്ടി വരും. സംശയമുണ്ടോ? ഒരു തത്തയായിരിക്കുന്നത് എത്ര നല്ലതെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. സംശയമുണ്ടോ? എന്റെ പൊന്നളിയാ, പൊന്നളിയാ, മരത്തിൽ കയറിക്കോ, മരത്തിൽ, മരത്തിൽ. ഇത് ചീറ്റിങ്ങ. പട്ടി മരത്തിൽ കയറാൻ പാടില്ല. ഇത് ചീറ്റിങ്ങ. ഐഡിയ. എടേ, നീ ബാലൻസ് ഇല്ലാതെ ഇങ്ങനെ പറക്കുമ്പോഴും എന്നോട് എന്തിനാണ് ഇത്രയും കലിപ്പ്? സംശയമുണ്ടോ? ഓടിക്കോ. കുഞ്ഞളിയാ, നിക്ക്. Who are you? ഇവൻ താമരക്കുളം ഷാജിയാ, റൗഡി. കൊച്ചളിയ ഇയാള് ഗുണ്ട എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് കണ്ടിട്ട് ഒരു ഗുണ്ടയുടെ ലുക്ക് ഒന്നും ഇല്ലല്ലോ. I swear, ഇത് ഗുണ്ട തന്നെയാ, ഗുണ്ട. എടാ സോർദാറെ, നീ എന്തിനാ അവന്റെ അടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നേ? നീ എന്തിനാ അവനോട് സംസാരിക്കുന്നേ? സോർദാർ ഞാൻ അല്ലല്ല, സോർദാർ ഞാൻ തലയുടെ പുറത്ത് ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അടിച്ച ഒരു വലിയ മുഴയുണ്ട്. ഇത് കണ്ടോ? മുഴ എന്റെ തലയിലും ഉണ്ട്. സോർദാർ ഞാൻ. ഓ നോ. ഐഡിയ. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. എടാ, പതുക്കെ അടിക്കേ. നേരത്തെ കൊണ്ടെടുത്തതിനെ കൊള്ളുന്നു വല്ലാതെ വേദനിക്കുന്നു. ഓ, എടാ എന്തിനാ അടിക്കുന്നത്? വീണ്ടും അടിക്കുന്ന സ്ഥലത്ത് തന്നെ അടിക്കണല്ലോ. സോർദാർ ഞാനാ മാഡം, മാഡം സോർദാർ ഞാനാണ്. ആരാണെന്നുള്ളത് ഇപ്പൊ ഞാൻ കണ്ടുപിടിക്കാം. എന്റെ സോർദാർ ശക്തിമാനാണ്. ഉടൻ തന്നെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യ്. ഞാൻ ജയിച്ചു. സോർദാർ ഞാൻ ജയിച്ചു. എടാ, എന്റെ സോർദാർ അവനാണ്. അവൻ ഞാൻ തന്നെയാണ് ജയിച്ചത്. നോക്കേ, പാടുണ്ട് കണ്ടോ? എടാ മണ്ടച്ചാരേ, ഞങ്ങളുടെ സോർദാർ ഞങ്ങളെ തന്നെ തല്ലില്ല, പിന്നെ എങ്ങനെ നില തല്ലുന്നേ? ജോർദാർ പേടിത്തൊണ്ടനാണ്, കിഴങ്ങനാണ്, മരം മണ്ടനാണ്. സംശയമുണ്ടോ?
ഓ സോറി സർദാർ, നിന്നെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒരുപാട് തല്ല് കൊള്ളിച്ചു. ഒരു കുഴപ്പമില്ല മാഡം, നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് എന്തിനു വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ആ ഞങ്ങളും ആ